ഹായ് ഹലോ ചപ്പാത്തിക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മുഴുവൻ മസാലയായിട്ടുള്ള കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും ബേ ലീഫും എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 കിലോ ചിക്കനാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ചെറിയ സൈസിലുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. ആ 4 സവാള നല്ല നൈസാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ട് അതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടിയിട്ടുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കറിവേപ്പില വിട്ടു പോകണ്ട, കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ അതൊക്കെ ആയപ്പോൾ നമ്മൾ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി പൊടികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തട്ടി കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് മെനക്കെടേണ്ട സമയം വൈകിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴഞ്ഞു വന്നപ്പോൾ ദേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനെത്തണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനൊരു 2 ഇടത്തരം തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെച്ചത് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരാനും കളർ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ കയ്യിൽ അത് ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒഴിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതെല്ലാം നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കണം. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ടേസ്റ്റ് നമ്മളുടെ ക്ഷമയ്ക്കനുസരിച്ചിരിക്കും. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കളർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി ആ ഒരു ചിക്കൻ റോസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് തിരുമ്മി കുറച്ചധികം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഉപ്പും മുളകൊക്കെ കയറാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ചിക്കനിൽ ചേർത്ത് പിടിപ്പിക്കാം. എനിക്കിപ്പോൾ ഇവിടെ ചപ്പാത്തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറിയായിട്ട് വേണം, ചാറായിട്ട് വേണം, ഗ്രേവി വേണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അല്ല, നല്ല ചിക്കൻ റോസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പരുവത്തിന് ചിക്കൻ ഇട്ട് അങ്ങനെയും മൂടി വെച്ചാൽ മതി. വെള്ളമേ ചേർക്കണ്ട. അപ്പോൾ ചിക്കനും വെള്ളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം. ഇനി എരിവിൻ്റെ ആവശ്യമെങ്കിൽ ഒരു 3, 4 പച്ചമുളക് കീറിയിടാം. അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇടാം. അങ്ങനെ എരിവിനെയാണെങ്കിൽ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് രാത്രി ഡിന്നറിന് ചപ്പാത്തിക്ക് ഇനി എന്ത് കറി ഉണ്ടാക്കും, എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഓർമ്മയിൽ വരും. ഇനി ഇതിൻ്റെ പിന്നാലെ ഞാൻ പല പല കറികൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ചിക്കൻ കറി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ചപ്പാത്തിക്ക് എപ്പോഴും നമുക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടവും ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നതും ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചപ്പാത്തി കറി കോമ്പിനേഷനിൽ ആദ്യത്തെ കറി ചിക്കൻ കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത്. ഇനി നാളെ 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 നല്ല നല്ല കറികൾ വേറെ വേറെ വരും കേട്ടോ. അപ്പോൾ ദേ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20-30 മിനിറ്റ്സ് അങ്ങനെ മൂടി വയ്ക്കാം. അങ്ങനെ മൂടി വെച്ച് തുറന്ന് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കൂടിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ ഇത്തിരിയും കൂടെ എളുപ്പമായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് കറിയായിട്ട് ഇത്തിരി വിളമ്പി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് ശേഷം ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് പൊടികളായിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ അവസാന നിമിഷത്തിൽ ഇതൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെക്കും. നമ്മുടെ കറിയുടെ ആ ഒരു സ്മെല്ല് അങ്ങനെയും നിലനിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറിയൊക്കെ ആയതിന് ശേഷം ഈ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ കറിവേപ്പില ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴാണ് നമ്മളുടെ കറിയിലെ എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് ചേർന്ന് അതൊരു കുറുകി നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വരുന്നത്. ഏത് കറിയാണെങ്കിലും വെച്ചപ്പം തന്നെ അങ്ങോട്ട് ചൂടോട് കൂടെ കഴിക്കുന്നതിനേക്കാളും നമ്മളതൊന്ന് ഇരുന്നൊന്ന് സെറ്റായിട്ട് കഴിക്കുന്നതല്ലേ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്കത് മൂടി വെക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി ഏകദേശം നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാലോ. അപ്പോൾ ദേ ചപ്പാത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ആ ഒരു 10-15 മിനിറ്റ് നേരം കൊണ്ട് നല്ല കളറും നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയിൽ ഒതുക്കാം. ഇനി നാളെ വേറെ കറിയായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.